നമ്മുടെ ഇന്നത്തെ വിഷയം BP ബ്ലഡ് പ്രഷറിനെ കുറിച്ചാണ്. ഹൈ BP കൊണ്ട് നമുക്കുണ്ടാകുന്ന സ്ട്രോക്ക് മൂലമുണ്ടാകുന്ന അപകടകരമായ അവസ്ഥയിൽ നിന്നും BP മൂലമുണ്ടാകുന്ന മറ്റു പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചില ആസനങ്ങളും ബ്രീത്തിങ് എക്സസൈസുകളുമാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യുന്നത് വജ്രാസനമാണ്. കാലുകൾ നീട്ടിവെച്ചതിന് ശേഷം വലത് കാല് മടക്കി വെച്ച് ഇടത് കാല് മടക്കി അതിമേലിരിക്കുക. നട്ടെല്ല് നിവർത്തിക്കൊണ്ട് ശാന്തമായിട്ടിരിക്കുക. ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ശാന്തമായിട്ടിരിക്കുക. ശ്വാസത്തെക്കുറിച്ച് മാത്രം ശ്രദ്ധിക്കുക. റിലാക്സ്. രണ്ടാമതായി നമ്മൾ ചെയ്യുന്നത് ഭുജംഗാസനാണ്. ശാന്തമായിട്ട് ബ്രീത്ത് എടുക്കുക. അങ്ങനെ ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്. റിലാക്സ് ചെയ്യുക. മൂന്നാമത് നമ്മൾ മകരാസനം. ഇങ്ങനെ കിടക്കുക. ശാന്തമായിട്ട് കിടക്കുക. റിലാക്സ്. ഓക്കെ, റിലാക്സ്. നമ്മൾ അടുത്തതായിട്ട് ബ്രീത്തിങ് എക്സസൈസുകളാണ്. BP നോർമൽ റേഞ്ചിൽ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ആദ്യമായി ചെയ്യുന്നത് ചന്ദ്രനാഡി അനിലോമ വിലോമ പ്രാണായാമം. അതായത് വലത് സൂര്യനാഡിയും ഇടത് ചന്ദ്രനാഡിയുമാണ്. ചന്ദ്രനാഡി നമ്മൾ ബ്രീത്തിങ് എടുക്കുക. ഫസ്റ്റ് കൈ ഇങ്ങനെ പിടിക്കുക. ഈ മുദ്രയിൽ പിടിക്കുക. നാസിക മുദ്രയിൽ പിടിച്ച് ഇത് ചിന്മുദ്രയിൽ പിടിച്ച് അതിനുശേഷം എന്ത് ചെയ്യുക? വലത് മൂക്ക് ക്ലോസ് ചെയ്യുക. ഇനി ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക. ചന്ദ്രനാഡിയിലൂടെ ബ്രീത്തിങ് അപ്പ്. ഇടത് മൂക്കിലൂടെ തന്നെ ഔട്ട് ചെയ്യുക. വീണ്ടും എടുക്കുക. ബ്രീത്തിങ് അപ്പ്. ഇടത് മൂക്കിലൂടെ എടുത്ത് ഇടത് മൂക്കിലൂടെ തന്നെ ഔട്ട് ചെയ്യണേ. ഹൈ BP ഉള്ളവർ ചെയ്യേണ്ട ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണത്. ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രീത്ത് എടുക്കുക. ബ്രീത്ത് ഔട്ട് ചെയ്യുക. ചന്ദ്ര അനിലോമ വിലോമ പ്രാണായാമം. ഈ തള്ളവിരൽ കൊണ്ട് വലതു മൂക്കടക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. വലതു മൂക്കിലൂടെ ശ്വാസം എടുക്കരുത്. അത് സൂര്യ അനിലോമ വിലോമയാവും. ഇത് ചന്ദ്ര അനിലോമ വിലോമയാണ്. ശരീരത്തെ കൂളിങ്ങിലേക്കാക്കാനും ശാന്തമാക്കാനും കൂടിയ BP കുറക്കാനുമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ചന്ദ്ര അനിലോമ വിലോമ. ഒന്നുകൂടി നോക്കുക. ഇടത് മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഇടത് മൂക്കിലൂടെ തന്നെ വിടുക. ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്. ശാന്തമായിട്ട് ഔട്ട് ചെയ്യട്ടോ. ഓക്കെ. രണ്ടാമത്തെ നമ്മളെ ഹൈ BP നോർമൽ റേഞ്ചിലാകുന്നതിന് വേണ്ടിയും നമ്മുടെ BP നോർമൽ അവസ്ഥയിൽ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ പ്രാണായാമമാണ്. ബ്രീത്തിങ് എക്സസൈസ് ആണ്. ഭ്രമരി പ്രാണായാമം. തള്ളവിരൽ കൊണ്ട് ചെവി അടച്ചിട്ട് മറ്റ് വിരലുകൾ കണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് ബ്രീത്ത് എടുക്കുക. ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു ശബ്ദത്തിൽ, വണ്ടിൻ്റെ ശബ്ദത്തിൽ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്. വീണ്ടും ബ്രീത്തിങ് അപ്പ്. ശ്രദ്ധിക്കുക. ബ്രീത്ത് ഔട്ട്. റിലാക്സ്. ഇതും നമ്മൾ രണ്ടാമതായി ചെയ്യട്ടോ. ഇനി മൂന്നാമതായി ചെയ്യാൻ പോകുന്നത്
ഇതാ വലത് കൈ നമ്മുടെ വയറിൻ്റെ മുകളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, വയറ് നിറയെ ശ്വാസം എടുക്കുക. ബ്രീത്തിങ് അപ്പ്, ശാന്തമായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ വയറ് ഉള്ളിലേക്ക് അമർത്തുക. ബ്രീത്ത് എടുക്കുമ്പോൾ വയറ് മുമ്പോട്ട് വലിക്കുക. സ്റ്റാർട്ട്. ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് അപ്പ്, ബ്രീത്ത് ഔട്ട്. റിലാക്സ്. ഇത് മൂന്നും നമ്മൾ എന്ത് ചെയ്യുക, വജ്രാസനത്തിലോ സുഖാസനത്തിലോ പത്മാസനത്തിലോ ഒന്ന് ചെയ്യാം. ഇനി നാലാമത് നമ്മളൊരു ബ്രീത്തിങ് എക്സസൈസ് കൂടി ചെയ്യാണ്ട് ശാന്തമായിട്ടിരിക്കുക വജ്രാസനത്തിൽ. എന്നതിന് ശേഷം നമ്മൾ നമ്മുടെ മൈൻഡ്, ശ്രദ്ധ നമ്മുടെ ആജ്ഞാചക്രം ഇവിടെ ഈ ഭാഗത്ത് ശ്രദ്ധിക്കുക. നമ്മളെ മൈൻഡ് നമ്മളെ പൊട്ടു തൊടുന്ന സ്ഥലം, അതുപോലെ നമ്മളെ സുജൂദ്, നമസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം, അതാണ് ആജ്ഞാചക്രം. ഇവിടെ മാത്രം ശ്രദ്ധിച്ചിട്ട് നമ്മൾ കണ്ണടച്ചുകൊണ്ട് ശ്വാസം എടുക്കുക. ബ്രീത്ത് എടുക്കുക. ശ്രദ്ധ ഇവിടെ മാത്രമായിരിക്കട്ടെ, ഈ ഒരു ഭാഗം ആജ്ഞാചക്രത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ് അപ്പ്, റിലാക്സ്. ഇത്രയും ബ്രീത്തിങ് എക്സസൈസുകൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 10 തവണയെങ്കിലും മിനിമം ഡയറി ചെയ്താൽ നമ്മുടെ ഹൈ BP നമ്മുടെ നോർമൽ റേഞ്ചിൽ എത്തുകയും നമ്മുടെ ശരീരത്തെ അപകടകരമായ അവസ്ഥയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതുപോലെ നോർമൽ റേഞ്ചിൽ BP നിലനിർത്തുന്നതിന് നമ്മളെ സഹായിക്കും. എല്ലാവരും ഇത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, താങ്ക്സ്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. മറ്റ് രോഗങ്ങൾക്കുള്ള വീഡിയോസും എൻ്റെ ചാനലിലുണ്ട്. ഓക്കെ, താങ്ക്സ്.